Hi guys, good morning. Welcome to day 2 of trial with OHF. So നന്നായി ഉറങ്ങി ഫീലിംഗ് വെരി റിഫ്രഷ്ഡ്. നല്ല വെതർ, കിടന്ന് ഉറങ്ങാൻ തോന്നുന്നൊരു വെതറാണ്. ബട്ട് ദെൻ എനിക്കൊന്ന് ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റ് ടൈമിന് ഇറങ്ങണം എന്നുള്ളതുള്ള, അല്ലെങ്കിൽ നമുക്ക് എല്ലാം നമ്മുടെ ഒരു കൺവീനിയൻസിൽ ഇറങ്ങാമല്ലോ. സോ എന്തായാലും ഇന്ന് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത് എല്ലാവരും ജ്വല്ലറി മാർക്കറ്റ്സ് എന്ന് കാണിക്കാനാണ്. എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് ചിലപ്പോൾ ജ്വല്ലറി ആരെങ്കിലും വാങ്ങും എന്നുള്ളത്, പക്ഷേ അവർക്കൊരു ഐഡിയ കിട്ടാനാണ് ഇതൊക്കെയാണ് മാർക്കറ്റ്സ്, ഇതൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളതെന്ന്. സോ നമ്മൾ ഇവിടുത്തെ ഞങ്ങൾക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റിയൊരു ജ്വല്ലറി മാർക്കറ്റ് ഉണ്ട്. അവിടെ തന്നെ കൊണ്ടുപോയിട്ട് അവിടുത്തെ പല കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യും. അത് കഴിഞ്ഞ് വൈകുന്നേരം എൻ്റെ ഒരു ഫേവറേറ്റ് സ്ഥലത്ത് ഇന്നലെ ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല, ഗങ്ജോയുടെ ക്രൂസ് എന്തായാലും ചെയ്യണം. സോ ഇന്ന് ഇവരെ വൈകുന്നേരം ഒരു കിടിലൻ സ്ട്രീറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇതും ഞങ്ങൾ എപ്പോൾ വന്നാലും 2-3 തവണ പോകുന്നതാണ്. ആൻഡ് അത് മസ്റ്റ് വിസിറ്റ് തന്നെയാണ് ഗങ്ജോയ് വരുമ്പോൾ. സോ എന്തായാലും ഞാൻ പറഞ്ഞാൽ നമ്മുടെ മെയിൽ വരുന്നുണ്ട്, ജൂണിൽ വരുന്നുണ്ട് ട്രാവൽ തോച്ച്. താല്പര്യമുള്ളവർ ഈ അടി കാർഡിന് നമ്മൾ കോൺടാക്ട് ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസും പ്രിൻസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ട്രിപ്പിൽ ഏറ്റവും ഒരു ടെൻഷൻ എന്താ പറയുക, എല്ലാവരുടെയും കൂടെ ജെല്ലിങ് ആൻഡ് വൈബിങ് അങ്ങനെയായിരിക്കും. 4 പേര് 4 ഫേസ് ഓഫ് ലൈഫിൽ നിന്ന് വന്നിരിക്കും. ഐ മീൻ സിസ്റ്റേഴ്സ് അല്ലാതെ ബാക്കി 2 പേര് ടോട്ടലി ഡിഫറെൻറ്റ്. പക്ഷേ സെക്കൻഡ് ഡേ ആയിട്ടുള്ള എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആൻഡ് വൈബിങ് ആയി. ഇനി ട്രിപ്പ് തന്നെ സ്മൂത്ത് ആവും. ഈ ഒരു ഒത്തൊരുമ നോക്കിയാൽ നമ്മൾ ആക്ച്വലി ആൾക്കാരെ തന്നെ സെലക്ട് ചെയ്യുന്നത്, ഇപ്പം എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുമെന്നുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ പകുതി ടെൻഷൻ കുറഞ്ഞു. ഇനി ഇവരെല്ലാവരും ഹാപ്പി ആക്കി എൻജോയ്പ്പിച്ചാൽ മതി. സോ ആദ്യം തന്നെ ജ്വല്ലറി മാർക്കറ്റിലേക്ക് ഇവിടെ നിർത്തിയിട്ടുണ്ടല്ലോ. ഡ്രൈവറിൻ്റെ ടോയ്ലറ്റ് പോകണമെന്ന് പറഞ്ഞാൽ പുള്ളി ഓടിയിട്ടുണ്ട്. ചൈന ആയതുകൊണ്ട് തന്നെ നടക്കുക. നമ്മുടെ KSRTC ഒരു ട്രെയിൻ ഡ്രൈവർ എന്തോ മീൻ വാങ്ങാൻ പോയില്ലേ, അതിന് ഓർമ്മ എനിക്ക് വരുന്നത്. എന്തായാലും നല്ല ചിൽ വെതറാണ് ഇന്ന്, അടിപൊളി നല്ല വെതർ. ഗൈസ്, നമ്മൾ ജ്വല്ലറി മാർക്കറ്റ് ഏറ്റവും വലിയൊരു ജ്വല്ലറി മാർക്കറ്റാണ് വന്നിരിക്കുന്നത്. ഈവു എന്നല്ല, ഗോങ്ജോയിലൊരു ഏറ്റവും വലുത്. ഞങ്ങൾ വാങ്ങുന്ന സ്ഥിര സ്ഥലം. സോ ഞാൻ പറഞ്ഞാൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് എല്ലാവരെയും കൊണ്ടുവരുന്നത്. ഇവിടെയാണ് ഡാഡിയൊക്കെ ഇരുന്ന് വെയിറ്റ് ചെയ്യുന്നത്, ഇടയ്ക്ക് സ്നാക്സൊക്കെ കഴിക്കാൻ. ഇതും നിങ്ങൾക്ക് ജ്വല്ലറി വാങ്ങണമെങ്കിൽ പല കൊറിയൻ ജ്വല്ലറി സ്റ്റോൺസിൻ്റെ ഇവിടെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, പക്ഷേ ജ്വല്ലറി സ്റ്റെയിൻലെസ് സ്റ്റീൽ, സിൽവർ, ലേറ്റസ്റ്റ് കൊറിയൻ ഫാഷൻ, അതൊക്കെ ഈ ഒരു മാർക്കറ്റിൽ ഞാൻ കുറച്ച് സാമ്പിൾസ് കാണിച്ചു തരാം. നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ഇതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലല്ല. സോ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സാധനങ്ങളും അത് പല ഗോൾഡ് കോട്ടഡ്, സിൽവർ കോട്ടഡ് എല്ലാം ഉണ്ട്. ഇയറിങ്സ് വേണ്ടി മാത്രം ഒരു ഷോപ്പുണ്ട്. ഒരു ഷോപ്പല്ല, മാർക്കറ്റ് വരെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. കംപ്ലീറ്റ് ഇയറിങ്സ് ആണ്. ഇവിടെ സാധനങ്ങൾക്ക് ഒരു ക്ഷാമമില്ല. നിങ്ങളുടെ സെലക്ഷനിലിരിക്കും നിങ്ങൾക്കിത് ബിസിനസ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത്. ബിക്കോസ് പ്രൈസ് വൈസ്, ക്വാളിറ്റി വൈസ് എല്ലാം നല്ലതാണ്. ഞാൻ പറഞ്ഞ പോലെ സെലക്ഷൻസ് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ട്രെൻഡൊക്കെ നോക്കി വരുവാണെങ്കിൽ 100% ജ്വല്ലറി നിങ്ങൾക്ക് തുടങ്ങാം. ഇതൊക്കെ കണ്ട കമ്മൽസിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് എന്തോരം വെറൈറ്റീസാണ്. ആൻഡ് നമുക്ക് പെൻഡൻസ് സിൽവർ കളർ മാത്രം. സോ ഐ ഡോണ്ട് നോ, നിങ്ങൾ എന്തെങ്കിലും ജ്വല്ലറീസ് താല്പര്യമുണ്ടെങ്കിൽ വേറെ ഒരു സ്ഥലവും നോക്കണം കേട്ടോ. ചൈന ഗോങ്ജോ തന്നെ വന്നാൽ മതി. ഭയങ്കര ക്വാണ്ടിറ്റി വാങ്ങിയാൽ പോലും നിങ്ങൾക്ക് ലാഭമാണ്. കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങി പോകണമെങ്കിൽ, ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതും നല്ലതാണ്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കംഫർട്ടബിളായിട്ട് ഷോപ്പ് ചെയ്യാം. ഇതുപോലെ നല്ല നല്ല AC കംഫർട്ടിൽ നിന്ന് എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. പക്ഷേ വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു ഫുൾ ഡേ എങ്കിലും മിനിമം വെക്കുക. മിനിമം ഫുൾ ഡേ, അല്ലെങ്കിൽ ഒരു ദിവസം ഫുൾ വന്ന് കണ്ട് സെക്കൻഡ് ഡേ പർച്ചേസ് ചെയ്യുക. ഇതൊക്കെ ഫാൻസി കമ്മൽസാണ്. നമുക്ക് തന്നെ ഈ കമ്മലിൻ്റെ ആക്സസറീസ് ആൾക്കാരെ ശ്രദ്ധിക്കാത്ത കേട്ടോ. നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്ന കവേഴ്സ്, ഡിസ്പ്ലേ ചെയ്യുന്ന മാനിക്വിൻസ്, ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് തന്നെ വാങ്ങാൻ പറ്റും. സോ നമ്മൾ ജ്വല്ലറി നോക്കുവാണെങ്കിൽ നിങ്ങൾ കുറേ പാറ്റേൺസും ഡിസൈൻസും ഒക്കെ നോക്കി ഇവിടുന്ന് തന്നെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ചീപ്പായിരിക്കും. നമുക്ക് ഷിപ്പിങ്ങും എല്ലാം നമുക്ക് ഡോർ ടു ഡോർ ഡെലിവറി വരെ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. വരെ ഷോപ്പിന് ഇതുപോലത്തെ കവേഴ്സൊക്കെ വാങ്ങുന്നത് ഇവിടുന്ന് തന്നെയാണ്. ഇത് ഭയങ്കര ലാഭം. നാട്ടിലും കാട്ടി ഒരു 3 times കുറവാണ് ഇവിടെ ഇങ്ങനത്തെ കവേഴ്സൊക്കെ. ഇതിപ്പോൾ ഒരു ഗ്രീൻ കളർ ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇതിൽ ഭയങ്കര പോപ്പുലറായി വരുവാണ് ഈ റിലീജിയസ് ജ്വല്ലറി, എസ്പെഷ്യലി ആഫ്രിക്കനും യൂറോപ്യൻ മാർക്കറ്റ്സിലേക്കൊക്കെ. അതിന് വേണ്ടി തന്നെ ഇവിടെ ഒരു ഫ്ലോറൊക്കെ ഉണ്ട്. ഇതൊക്കെ മാനിക്വിൻസിൻ്റെ ഷോപ്പാണ്. ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടെയാണ് ചൈനയിൽ ഏറ്റവും കൂടുതൽ ജ്വല്ലറീസ് വിൽക്കുന്ന ഷോപ്പ് ഇത് തന്നെയാണ്. സോ ഹോൾസെയിലേഴ്സിന് ഏറ്റവും എനിക്ക് അനുയോജ്യമായിട്ടുള്ള, ഹോൾസെയിലേഴ്സും ഷോപ്പ് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും ഓൺലൈൻ ബിസിനസ് ഏതാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ഇതാണ്, സ്ഥലം ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരു 3-4 months ബാക്ക് കണ്ട വന്നത്. അത് മാറിയിട്ട് ഇപ്പോഴും എൻ്റെ കളക്ഷൻസ് മാറി ഇരിക്കുവാണ്. ഇത് നോക്കിക്ക് എങ്ങനെ കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുക. ഇത് മൊത്തം മാല മാത്രം. ഇനി മോതിരമാണെങ്കിലോ ഞാൻ കാണിച്ചു തരാം. ഒരു വിചാരിക്കും ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് ഈ ഒരു റോ മാത്രമേ മോതിരം ഉള്ളൂ എന്നേ. പക്ഷെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ റോസ് ആൻഡ് റോസ് മോതിരം മാത്രം.
ജസ്റ്റ് പാരഡൈസ്. ഇവരുടെ ഒരു എഫിഷ്യൻസിയും സ്കില്ലൊക്കെ വേറെ ലെവലാണ്. അങ്ങനെ എല്ലാത്തിനും നമ്മൾ സാധാരണ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ ചില ഐറ്റംസിനൊക്കെ ഡിഫക്ട്സ് കാണുമല്ലോ, പക്ഷെ അത് തന്നെ വളരെ കുറവാണ്. നമ്മൾ ബൾക്കായിട്ട് നോക്കാതെ എടുത്താൽ പോലും ആ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സ് തന്നെയാണ് കിട്ടുന്നത് ഈ ഒരു ബ്രാൻഡിൽ നിന്ന്. അപ്പോൾ ഇന്ന് നമ്മുടെ ലക്കി ദിവസമാണ് തോന്നുന്നു കേട്ടോ. സാധാരണ ഇവർ ഒരെണ്ണമായിട്ട് ഒരിക്കലും സമ്മതിക്കില്ല, പക്ഷേ ഭാഗ്യത്തിന് നമ്മളിവിടുത്തെ റെഗുലർ കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് ഇതുപോലെ ഓരോന്നായിട്ട് എടുത്താൻ പറഞ്ഞു. എല്ലാവരും ഹാപ്പി. എന്തായാലും നമുക്കിവിടെ വന്നത് ഭയങ്കര ബോധ്യമായിട്ട്, കാരണം അവർ സാമ്പിൾ സാധാരണ നമുക്ക് പോലും 6 എണ്ണമൊക്കെ വെച്ച് എടുക്കേണ്ടി വരും ഒരു പീസിൻ്റെ. പക്ഷേ ഇത്തവണ വന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ നന്നായി പർച്ചേസ് ചെയ്തുകൊണ്ട് അവർ ഒരെണ്ണമായിട്ട് എടുത്തോളാൻ പറഞ്ഞു. സോ എല്ലാവരും കുറച്ച് സാമ്പിൾസ് വാങ്ങിയിട്ടുണ്ട്. ആൻഡ് അത് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വരാമല്ലോ. സോ എനിക്കൊന്ന് നിങ്ങൾക്ക് ജ്വല്ലറിക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ വരാൻ പറ്റും. നിങ്ങൾ വരുമ്പോൾ ഇതുപോലെ കിട്ടുമെന്ന് അറിയില്ല, നമുക്ക് സംസാരിച്ച് നോക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാത്തിൻ്റെയും 1-2 പീസൊക്കെ വെച്ചെടുത്ത് നമുക്ക് സാമ്പിളായിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ സെയിൽ കിടക്കണമെങ്കിൽ ചെയ്യാം. എന്തായാലും ഫുൾ സെറ്റാണ്. ഇനി നേരെ നമ്മൾ ഇവരെ ബീജിംഗ് സ്ട്രീറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇന്ന് ജ്വല്ലറി ആക്ച്വലി ഇത്രയും മാത്രം ഈ ഒരു മാർക്കറ്റിൽ മാത്രം വന്നാൽ മതി ഒരു ഇനീഷ്യൽ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർ. പക്ഷേ ശരിക്കും പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ സാമ്പിൾസ് മാത്രമായതുകൊണ്ട് നമുക്കൊരു 2-3 hours കാര്യം കഴിഞ്ഞു. നേരെ ബീജിംഗ് സ്ട്രീറ്റിലേക്ക് പോവാം. ബീജിംഗ് സ്ട്രീറ്റിലായതുകൊണ്ട് കുറച്ച് സ്പെഷ്യൽ KFC ചൈനീസ് ഒരു റെസ്റ്റോറൻറ്റ് രീതിയിലാണ് ഇവരുടെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല രസമാണ്. അത് ഒരു മോളുടെ അകത്തും കൂടിയാണ്, അതുകൊണ്ട് ആയതുകൊണ്ട് കുറച്ച് പോഷ് സെറ്റിംഗ് ആണ്. എല്ലാവർക്കും ഇന്ന് KFC ഒന്ന് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ KFCയിലെ കുറച്ച് സ്പെഷ്യൽ ബർഗേഴ്സും അതുപോലെ തന്നെ ഇത് അവരുടെ എഗ് ടാർട്ടാണ്, അതും ഭയങ്കര ഫേമസ് ആണ് ചൈനയിൽ. അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ പോപ്സ് ആൻഡ് നോർമൽ ഡ്രിങ്ക്സ്. സോ ഇന്ന് ചൈനീസ് KFC ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഇത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ട്രൈ ചെയ്യണം. ഇവിടുത്തെ എഗ് ടാർട്ട് ഭയങ്കര ഡെലിഷ്യസ് ആണ്. അകത്ത് ഭയങ്കര കസ്റ്റഡിയും വെള്ളും നല്ല ക്രിസ്പ് ആൻഡ് എഗ്ഗി സ്വീറ്റ് കസ്റ്റഡി അടിപൊളിയാണ്. നല്ല ടെക്സ്ചറാണ്. ശരിക്കും ഒരു പ്രോപ്പർ ബേക്കറി കിട്ടുന്ന ഒരു ടേസ്റ്റ്. ഇപ്പോൾ വന്നാൽ ഹുവായുടെ ഷോറൂമിൽ കയറും കേട്ടോ. വേറെ ഒന്നുമല്ല, ഇവരുടെ ഫോണും അതൊക്കെ സെറ്റാണ്. പക്ഷെ കാർസ് ജസ്റ്റ് ഇതിൻ്റെ സ്വിച്ച് ലിവർ നോക്ക്, റോൾസ് റോയ്സിൻ്റെ ക്വാളിറ്റി പോലെ തോന്നിക്കുന്നു. ബാക്കിൽ വെന്റിലേഷനും ഹീറ്റിങ്ങും മസാജും ഒക്കെ. സ്പേസ് നോക്ക്, കാണാനാണെങ്കിലും ഭയങ്കര ലുക്ക്. നോക്ക് വണ്ടി എന്താ അല്ലേ, ആ വീലും സംഭവം തന്നെ. പിന്നെ ഇവിടെ ഒരു SUV പോലത്തെ വണ്ടിയുണ്ട്. പോർഷയുടെ ഒക്കെ ഒരു ലുക്ക്, ഫെറാറിയുടെ ഒക്കെ ലുക്ക്. ആക്ച്വലി നമ്മുടെ ബീജിംഗ് സ്ട്രീറ്റ് എന്ന് പറയും ഇവിടുത്തെ ഒരു വലിയ വാക്കിംഗ് സ്ട്രീറ്റ് ആണ്. ഇപ്പോൾ ചൈനീസ് ന്യൂ ഇയർ കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ കുറച്ച് ഡെക്കറേഷനും മാർക്കറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാ ഷോറൂംസും ഷോപ്പിംഗ് ആക്ച്വലി നല്ലൊരു സ്ഥലമാണ്. ഇവിടെയാണ് ഒരു പഴയ ടെമ്പിളൊക്കെ ഉണ്ട്, അത് വൈകുന്നേരം ആകുമ്പോൾ നല്ല രസമായിരിക്കും. ഇവിടെ നല്ല വെതറൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഔട്ട്ഡോർസിലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ബീജിംഗ് സ്ട്രീറ്റ്. നല്ല സെക്യൂർഡാണ്. പിന്നെ വണ്ടികൾ അലൗഡ് അല്ല, ഇതുപോലെ സ്ട്രീറ്റ്സിൽ വണ്ടികൾ അലൗഡ് അല്ല. സോ നമുക്ക് എൻജോയ് ചെയ്യാനും ചില്ല് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ബീജിംഗ് സ്ട്രീറ്റ് വന്ന് ഞങ്ങൾ തുടങ്ങുന്നത് ഇത് തന്നെ ചെയ്തുകൊണ്ടാണ്. ഇവിടുത്തെ 3D സ്ക്രീനൊക്കെ കണ്ട് അത് നമ്മൾ ഒന്നും ഇല്ലയെന്ന് വിചാരിക്കും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ. പക്ഷെ പിന്നെ തിരിയുമ്പോഴാണ് ഇവിടുത്തെ റഷും കുട്ടികളായിട്ട് ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. ഇറ്റ്സ് ജസ്റ്റ് സോ കാം ഇൻ ദ സെൻസ് സേഫാണ്, ഒച്ചയും ബഹളവും ഇല്ല. പിന്നെ നമ്മളിങ്ങനെ വന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന അധികം ടൗട്ട്സ് ഇല്ല. സോ നമുക്ക് നമ്മുടെ റിലാക്സിങ് ആയിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. രാത്രി ആകുമ്പോഴും വരണം. നിങ്ങൾ ഒരു 4 ആ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ 7 ഡിന്നർ കഴിഞ്ഞിട്ട് പോവാം. ആൻഡ് അവിടെ ലൈറ്റിങ്ങും വിത്തൗട്ട് ലൈറ്റിങ്ങും ഒക്കെ കാണണം. ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. നമ്മളൊക്കെ എന്തായാലും എപ്പോൾ വന്നാലും എല്ലാവരുമായിട്ട് ഇവിടെ വരുന്നതായിരിക്കും. ഇത് ആക്ച്വലി ഏകദേശം ഒരു 15th century നമ്മുടെ ഈ ഗ്വാങ്ജോയുടെ ഒരു കിങ്ഡം പോലെയായിരുന്നേ. സോ അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ വാക്കിംഗ് സ്ട്രീറ്റൊക്കെ വന്നിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കുറച്ച് റിമെയിൻസ് ഒക്കെ അവർ ഇതുപോലെ ഗ്ലാസ്സിൽ പ്രിഫർ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി 9th century ആയിട്ടാണ്. സോ ദാറ്റ്സ് ലൈക്ക് അറൗണ്ട് 1500 years ബാക്ക്. അത്രയും പഴയ സാധനങ്ങളാണ് ഇപ്പോഴും അവർ പ്രിസർവ് ചെയ്തിരിക്കുന്നത്. അത് ഇത്രയും കമേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ഏരിയയിൽ ശരിക്കും എന്താ അല്ലേ, വിത്ത് ഹെറിറ്റേജ് ആണ് ഇതൊക്കെ അവർ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്, പ്രിസർവ് ചെയ്തിരിക്കുന്നത്. സൂവനിയേഴ്സ് ഒക്കെ വാങ്ങണമെങ്കിൽ ഇത് ബെസ്റ്റ് സ്ഥലമാണ്. നമ്മുടെ വന്നവരൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടുവരും. സോ നമുക്ക് മാഗ്നറ്റ്സും അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ സൂവനിയേഴ്സ് വാങ്ങണമെങ്കിൽ ഇത് ബെസ്റ്റ് സ്ഥലമാണ്. അത് വാങ്ങി നമുക്ക് നമ്മുടെ ഒരു മെമ്മറി ആയിട്ട് സേവ് ആയിട്ട്. നമ്മൾ വിചാരിക്കും ഈ മാഗ്നറ്റ്സ് അതൊക്കെ വെറുതെ പൈസ വേസ്റ്റ് തന്നെ, പക്ഷെ അതൊക്കെ നല്ല മെമ്മറിയാണ്. എസ്പെഷ്യലി നമ്മുടെ ഫ്രിഡ്ജ് ഡെയിലി ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഫിക്സ് ചെയ്യും. അതുപോലെ കീ ചെയിൻസ്, ലക്കി ചാംസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. എൻഡാസിൻ്റെ ഐസ്ക്രീമിൻ്റെ പാർലറൊക്കെ നോക്ക്. ഇവിടെ
എപ്പോൾ വന്നാലും കാൻഡൻ ഫെയറോ വീക്ക് ഡേയ്സോ വീക്കെൻഡ്സോ ചൈനീസ് ന്യൂ ഇയറോ എപ്പോൾ വന്നാലും ലൈവ്ലി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഗുവാങ്ജോവിൻ്റെ ഈ ഒരു വാക്കിംഗ് സ്ട്രീറ്റ്. എന്ത് ചെയ്യണമെന്ന് തന്നെ നമുക്കറിയില്ല, അത്രയധികം കാര്യങ്ങളാണ് ഇവിടെ എൻജോയ് ചെയ്യാനുള്ളത്. എന്തായാലും നമ്മൾ വരുമ്പോൾ ഒരു ഫുൾ ഈവനിങ് ആഫ്റ്റർനൂൺ ലഞ്ച് തൊട്ട് രാത്രി ഒരു 7-8 മണി വരെയെങ്കിലും നമുക്കിവിടെ തന്നെ സ്പെൻഡ് ചെയ്യണം. അത്രയും രസമാണ്. പിന്നെ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നല്ല കിടലൻ ഐസ്ക്രീംസ് നമുക്ക് കഴിക്കാം കേട്ടോ. നല്ല ഐസ്ക്രീം ഷോപ്സ് ഉണ്ട് ഇവിടെ തന്നെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു ഫൺ ആക്ടിവിറ്റിയാണ് മിനിസോ. അത് മിനിസോൻ്റെ ട്രേഡ് മാർക്ക് ഷോപ്സ് ഉണ്ട്. സാധാരണ മിനിസോ അല്ല, മിനിസോ ലാൻഡ് എന്ന് പറയുന്നത്. ഏകദേശം 5 ഫ്ലോർസ് കാണും. അവിടെ മിനിസോയിൽ കിട്ടുന്ന എല്ലാ വെറൈറ്റിയും നമ്മുടെ നാട്ടിലെ മിനിസോ ആയിട്ടൊന്നും കമ്പയർ ചെയ്യാനേ പറ്റില്ല. പല സാധനങ്ങൾ കിട്ടും. സോ കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസും അങ്ങനത്തെയൊക്കെ നമുക്ക് പേഴ്സണലായിട്ട് വാങ്ങി കൊടുക്കണമെങ്കിൽ ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ കുറേ യൂണീക്കായിട്ടുള്ള ഐറ്റംസ് കിട്ടും കേട്ടോ. ഇലക്ട്രോണിക്സ് തൊട്ട് അതുപോലെ തന്നെ ഇതുപോലെ ആക്സസറീസ്, കോസ്മെറ്റിക്സ്, തൊപ്പി, പല സാധനങ്ങളും കിട്ടും. പ്രിയയുടെ മറ്റേ ക്യാപ്പില്ലേ, സൺ ക്യാപ്പ്, അതൊക്കെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത്. അല്ല, നമ്മൾ ഇവിടെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ കുറേ സ്ഥലമുണ്ട് ബീജിംഗ് സ്ട്രീറ്റിൽ. സോ ഇവർക്ക് അവാർഡ്സ് കിട്ടിയ സ്ഥലങ്ങളുണ്ട്. ഇതുപോലെ കാൻഡിഡ് ഫ്രൂട്ട്സ്, ഇത് നല്ല ടേസ്റ്റാണ്. ഇതുപോലെ കാൻഡിഡ് ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ്. അല്ലാതെ ഇത് ഒരു ഡംപ്ലിങ്സ് പോലത്തെ സ്ഥലമുണ്ട്. ഒരുപാട് ഫുഡ് ജോയിൻസ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ, എസ്പെഷ്യലി സ്ട്രീറ്റ് ഫുഡ്. ഞാനൊരു കണ്ണാടി വാങ്ങി, ഭയങ്കര ചീപ്പാണ്. മിനിസോയിലെ കണ്ണാടിയാണ്. അറ്റ്ലീസ്റ്റ് UV പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. അറ്റ്ലീസ്റ്റ് നമുക്ക് അത് വിശ്വസിക്കാമല്ലോ. ഭയങ്കര ചീപ്പ്. എത്രയാ നാട്ടിലത്തെ 380 രൂപയും കണ്ടേ വരുന്നുള്ളൂ. സോ മിനിസോയ്ക്ക് അറിയാം വേണ്ടെങ്കിലും ആൾക്കാർ എന്തെങ്കിലും വാങ്ങും. മിനിസോയിലെ പവർ ബാങ്കും ലാസ്റ്റ് ചെയ്യുക, ഫ്ലൈറ്റ് അപ്രൂവ്ഡും ആണ്. അതുപോലെ തന്നെ നല്ലത് ഷേക്സും ഐസ് ടീയും കഴിച്ചൊരു ലെവലോ ചൈന വന്നു കഴിഞ്ഞാൽ. വെയിറ്റ് കൂടാൻ റെഡി ആയവർ മാത്രം വരുക ചൈനയിലേക്ക്. കംപ്ലീറ്റ് വൈബ് ഗ്യാങ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ചേട്ടൻ്റെ പടം വരപ്പിക്കണം എന്ന്. ഇതുപോലെ കാരിക്കൾച്ചർ ഫൈനലായിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതൊരു നമ്മളോട് പറയുന്നത് 60ഒക്കെയാണ്. നമുക്കൊരു 30 നമ്മുടെ നാട്ടിലൊരു 350 റുപ്പീസിന് ഒരു കാരിക്കൾച്ചർ വരച്ച് തരും. പിന്നെ ചൈനയിൽ നിന്ന് കിട്ടുന്നതല്ലേ, അപ്പോൾ ചിലപ്പോൾ ഒരു ചൈനീസ് ടച്ചും കാണും. എങ്ങനെ വരുന്നുണ്ടെന്ന് നമുക്ക് പോയി നോക്കാമല്ലോ. അങ്ങോട്ട് നോക്ക്, ചൈനക്കാരനെ പോലെ ഇരിക്കും. അനങ്ങല്ലേന്ന് ഉള്ള ഷേപ്പേ മാറിപ്പോവും. ആ, ഇത് ചൈന വേർഷൻ. എനിക്ക് പേഴ്സണലി തോന്നേ, നമ്മുടെ കൂടെ വന്ന ലേഡീസ് അങ്ങ് പോയാട്ടാ. ഇത് നമ്മൾ ഈ ഫ്യൂച്ചറിൽ വരുമ്പോൾ ആണുങ്ങൾ ഗേൾസ് 2 പേര് വേണം. 2 ഗ്യാങ് ആയിട്ട് ഇരിക്കണം. കാരണം ഗേൾസ് ഷോപ്പിംഗ്, ആണുങ്ങൾക്ക് കുറച്ച് ഫുഡും കുറച്ച് ചില്ലി ഇതൊക്കെ ഇരിക്കണം. സോ എന്തൊട്ട് പ്രിൻസും പ്രിയൊക്കെ വരുമ്പോൾ പ്രിയന് വേണമെങ്കിൽ അവരോട് വിടാം. പ്രിൻസിനെ 2 അടുത്ത് മാനേജ് ചെയ്യിപ്പിക്കാം. നമുക്കൊക്കെ ഒരുമിച്ച് ചില്ലി അങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് തോന്നുന്നു മിക്കവാറും. ഇപ്പോഴത്തെ ഒരു ചെറിയ ട്രയൽ ട്രിപ്പിൽ കൂടെ പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ കാര്യം അതാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെയായി. നോക്കിക്കോ, ചേട്ടൻ ചൈനീസ് ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു അതുപോലെ മുഖം. ഇവർക്കൊക്കെ കണ്ട എല്ലാവർക്കും ഒരു എൻജോയ്മെന്റ് ആയത്. എല്ലാ ആൾക്കാരും ഇത് നോക്കി തന്നെ നിൽക്കുവാണ് ചേട്ടനെ വരയ്ക്കുന്നത്. എല്ലാവർക്കും ഒരു കൗതുകം. എന്നിട്ട് എങ്ങനെ ഇരിക്കും നോക്കണ്ടേ. ഉറപ്പാണ് ഇത് ചൈനീസ് പോലെ ഇരിക്കും. നോക്കിക്കുക, ആക്ച്വലി പടം വരയ്ക്കുന്നതിനെ കാട്ടി ഇത് രസം ഇവരുടെ എക്സ്പ്രഷൻസ് ആണ്. വരയ്ക്കുന്നതിൻ്റെ കോൺസെൻട്രേഷനും ചുണ്ട് പോകുന്നതും പെൻസിൽ വെച്ച് വരയ്ക്കുന്നതിൻ്റെ ഒക്കെ കണ്ട ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു സ്വാഗാണ് ഇത്. ആ പെൻസിൽ പിടിക്കുന്നതും വരയ്ക്കുന്നതൊക്കെ കാണാനായിട്ട് അടിപൊളി. ഇത് തന്നെ എന്തൊരു ടൈം പാസ്സാണെന്നറിയോ. ഇതൊക്കെ ലൈഫ് ലോങ് മെമ്മറീസ് ആയിട്ടിരിക്കും. നമ്മുടെ ഫസ്റ്റ് ട്രാവൽ തോഷഫ് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. സത്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ടിട്ട് ആരായിട്ട് തോന്നിയെന്നറിയോ, നമ്മുടെ കിം ജോങ് യുങ് ഇല്ലേ, അത് കുറച്ച് മെലിഞ്ഞ പോലെ ഉണ്ട്. കണ്ട അത് തന്നെ കിം ജോങ് യുങ്. കേട്ടാ, ഇത് ചോക്ലേറ്റ് ലാൻഡ് ആണ്. അതേ പറഞ്ഞ ഈ സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇത് ഒരു ചോക്ലേറ്റ് ലാൻഡും പല രീതിയിലുള്ള ചോക്ലേറ്റ്സും ക്യാൻഡീസൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ലുക്സ് പോലെ ഭയങ്കര ചോക്ലേറ്റി സ്മെൽ. നിങ്ങൾക്ക് ക്യാമറ, ഞാൻ പറഞ്ഞ മണമുള്ള ക്യാമറ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ വായനിപ്പോൾ വെള്ളം വന്നാൽ. ഇറ്റ് ജസ്റ്റ് സ്മെൽസ് സോ കൊക്കുയി, റിച്ച് ഡാർക്ക് ചോക്ലേറ്റ് കൊക്കുയി സ്മെല്ലാണ്. ഇതിൻ്റെ പേര് ചാർലീസ് ചോക്കോ ഫാക്ടറിക്ക് പകരം ചാർലി ചോക്കോ ലാൻഡ്. സോ കുറേ ടൈപ്പ് ചോക്ലേറ്റ്സ് ഉണ്ട്, ഐസ്ക്രീംസ് ഉണ്ട്. ഓ അടിപൊളി. നോക്ക് എന്തോരം വെറൈറ്റീസാണ് നോക്ക്. എൻ്റെ ഹെവൻ, എൻ്റെ സ്ഥലം എന്ന് പറയാം. ഇത് നമ്മൾ M&M ഫാക്ടറി പോയതുപോലെ ഇവരുടെ ചോക്ലേറ്റ്സ് നമുക്ക് ആവശ്യമുള്ളത് ഇവിടുന്ന് മൊത്തമായിട്ട് ഓരോരോ കണ്ടെയ്നേഴ്സിലെടുക്കാം. അത് ഇതുപോലത്തെ ഡിസ്പെൻസറിൽ എടുക്കാം. സോ ഒരു എന്താ പറയുക, ഒരു സുവനിയറുമായി ആ സമയത്ത് വേസ്റ്റ് ആവാത്ത സുവനിയർ ചോക്ലേറ്റിൻ്റെ അകത്തേക്ക് എടുത്തിട്ടിട്ട് നമുക്ക് ഇതിൽ കൂടെ എടുത്തുകൊണ്ടിരിക്കാം. കോയിൻ മെഷീൻ പോലെ.
എന്തായാലും ചോക്ലേറ്റ് ഫാക്ടറി വന്നാലും നമ്മൾ സാധനങ്ങൾ എടുത്തു പോകും കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഒരു 1/2 കിലോയ്ക്ക് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1700 രൂപ വരും. പക്ഷേ നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റ്സ് ആണ് ഇവിടെ. ഇതുപോലത്തെ ചോക്ലേറ്റ്സ്. അതുപോലെ തന്നെ നിങ്ങൾ വേറൊരു സാധനം വാങ്ങേണ്ടത് ഈ ജെല്ലി ഉണ്ട്, ഫ്രഷ് ഫ്രൂട്ട് ജെല്ലീസ്, റിയൽ ഫ്രൂട്ടുള്ള ക്യാൻഡി. അതും ഇവിടുത്തെ ഒരു ഷോപ്പിലുണ്ട്. അതും മസ്റ്റായിട്ട് വാങ്ങേണ്ട ഒരു സാധനമാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റായി സംഭവം. ഫഡ്ജി ചോക്ലേറ്റ് പോലെ ഇത്. നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് കണ്ടു കഴിഞ്ഞാൽ അതെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഡാർക്ക് ചോക്ലേറ്റിന്. സോ ഇതൊരു 2 എടുക്കാം. ഇതാണ് മിനിസോ ലാൻഡ് കേട്ടോ. ഇത് മസ്റ്റ് വിസിറ്റ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വേറെ ലെവൽ, ഒരു ഡിസ്നി ലാൻഡിൽ കയറുന്ന ഫീലിംഗ് ആണ് ഇതിൻ്റെ അകത്ത് കയറിയ. പക്ഷേ പ്രൈസ് ഒന്നും കൂടുതലല്ല. വെറൈറ്റീസ് ഒരുപാട് കാണും ഈ മിനിസോ ലാൻഡിൽ. അകത്ത് തന്നെ കണ്ട ഒരു ഫെയറി ലാൻഡ് പോലെ. അതിൻ്റെ ഒരു ഫുൾ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അതാണ് ഓരോന്ന് ഡീറ്റെയിൽഡായി കാണിക്കാത്തത്. അവരെ കിട്ടിയിട്ടില്ല കേട്ടാ. ലേഡീസ് ഏതോ വഴിക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചോദിക്കും, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറയണം, സേഫ് അല്ലേ എന്ന്. നമ്മൾ കൂടെ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അവരുടെ ഫ്രീഡം കിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, സാധാരണ ടൂർ പോലെയല്ല. ഇറ്റ്സ് ലൈക്ക് എ പേഴ്സണലൈസ് എക്സ്പീരിയൻസും. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. കുറച്ച് ഗ്രൂപ്പ് ആക്ടിവിറ്റീസും കുറച്ച് ടൈം എല്ലാ ദിവസവും അവരവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ. ചൈനവിനെ എല്ലാം സേഫാണ്. അപ്പോൾ ഞങ്ങളിപ്പം ഇവിടെ ഇരുന്ന് ചില്ലിയാണ്. എല്ലാവർക്കും കുറച്ച് ചോക്ലേറ്റ് ഡ്രിങ്കും നല്ല ടീയൊക്കെ വാങ്ങി നല്ല വെതറിൽ ഔട്ട്ഡോറിൽ ഇരുന്ന് ചില്ല് ചെയ്യാം. ഡാർക്ക് ചോക്ലേറ്റ് ലവേഴ്സിൻ്റെ പാരഡൈസ് ആണ്. ഞാനിത് കുറച്ച് കുടിച്ചു, ഫുൾ മിക്സ് ചെയ്യാതെ. എന്നിട്ട് വരെ എനിക്കത് കയ്പായിരുന്നു. ഇത് ജിത്ത് മൊത്തം മിക്സ് ചെയ്തിട്ട് കുടിച്ചപ്പോൾ കൂടുതൽ കയ്പാണ്. സോ പക്ക ഡാർക്ക് ചോക്ലേറ്റ്. ആൻഡ് ഇതിൽ ചീസും മിൽക്കും കൂടെ മിക്സ് ആണ്. ഇപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ അതാ ചീസി മിൽക്കാണ്. സോ ഇറ്റ്സ് ലൈക്ക് ദ തിക്കസ്റ്റ് ഡാർക്ക് ചോക്ലേറ്റി ഷേക്ക് യു ക്യാൻ ഹാവ്. അത്രയും തിക്കാണ്. അടിപൊളി സംഭവം. ഇതാണെങ്കിൽ പീച്ച് ടീ ആണിത്. നല്ല ക്വാളിറ്റി. ഹേറ്റി സൂപ്പർ. നമ്മൾ ബീജിംഗ് സ്ട്രീറ്റിലെ ഏറ്റവും ബെസ്റ്റ് വേ ടു എൻഡ് ഇസ് വാച്ചിങ് ദിസ്. ഇവരുടെ ഈ ഒരു ടെമ്പിള്, ബീജിംഗ് സ്ട്രീറ്റ് ടെമ്പിൾ. ഇത് ആക്ച്വലി 9th century ടെമ്പിളാണ്. ഇതിപ്പോൾ തന്നെ ഭംഗിയാണ്. പക്ഷേ രാത്രി ലൈറ്റപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഈവൺ മോർ പ്രിറ്റിയാണ്. സോ രാത്രി എന്തായാലും ഇവിടെ വന്ന് ഇത് ലൈറ്റപ്പ് ചെയ്യുന്നത് മസ്റ്റായിട്ട് കാണണേ. നമ്മൾ ശരിക്കും ഒരു ഇന്ത്യൻ കൾച്ചറായിട്ട് ഫെമിലിയായിട്ട് തോന്നുന്നുണ്ട്. ഇത് ബുദ്ധയുടെ ത്രിമൂർത്തി പോലെ, പക്ഷേ 3 പോസിൽ ഇരിക്കുന്ന ബുദ്ധയാണ്. അപ്പോൾ നടുക്ക് ഇങ്ങനെ ഒരു ഏറ്റവും ഫേമസ് പോസിൽ, അതുപോലെ ലെഫ്റ്റിൽ റൈറ്റിൽ രണ്ടും വേറെ വേറെ പോസിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ സൈസ് ഈ ടെമ്പിളിൻ്റെ അകത്ത് വരുന്നതിനൊരു എക്സ്പീരിയൻസ് ആണ്. വലിയ മരങ്ങൾ, ശരിക്കും നമ്മുടെ ആൾത്താരയില്ലേ അതുപോലത്തെ ഒരു ഫീലിംഗ്. അതുപോലെ തന്നെ നല്ല ഒരു വലിയ ബുദ്ധയുടെ സ്റ്റാച്യു. ഇറ്റ്സ് വെരി ഹോളി. ഭയങ്കര ഒരു ഹോളി സൈറ്റാണ്. സോ ജസ്റ്റ് ബി വെരി റെസ്പെക്ട്ഫുൾ ചെയ്യുക. അതുപോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. കർസാർ ഒരു കോർട്ട്യാർഡ് പോലെയാണ്. ആൻഡ് ദെൻ ഇവിടെ വേറെ ശരിക്കും ഇതിൻ്റെ അകത്തൊന്ന് ഒരു സാങ്ച്വറി, ഒരു മൊണാസ്ട്രി കയറുന്ന ഫീലിംഗാണ്. ബ്യൂട്ടിഫുൾ. കഴിക്കാനേ നമ്മൾ വളരെ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റാണ് വന്നിരിക്കുന്നത്. ഭയങ്കര ഹോട്ടൽ റെക്കമെൻഡ് ചെയ്തതാണ്. സോ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റി. കുറേ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് കണ്ടത് ആ ചോപ്സ്റ്റിക്സിൽ എടുക്കുന്നത്. പക്ഷെ അത് പഠിച്ചു പോയി. ഇനിയിപ്പോൾ കാര്യമില്ല. ഇവിടെ 1 മണിക്കൂർ ഉണ്ടായിരുന്നു ഒരു ചോപ്സ്റ്റിക്സിൽ എടുക്കുന്നത്. ദാറ്റ് ഓൾസോ. ഈ പുള്ളി വന്നേ കാണിച്ചു കൊടുത്തു ഇത് ടിഷ്യൂവിൽ എങ്ങനെ എടുക്കണ്ടേന്ന്. പക്ഷെ അത് ഞാൻ കോളിലായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അവരിപ്പോഴും നോക്കുന്നുണ്ട്. കണ്ടാ എടുത്ത് പഠിച്ചോ ഇല്ലയോ ഒന്ന്. ഇത് ആക്ച്വലി ബീഫ് ഫ്രൈഡ് റൈസ് ആണ്. ഭയങ്കര ഫ്രഷ് ബീഫ്. അത് ഞാൻ കാണിച്ചു തരാം. ആൻഡ് ഇതിൽ ബീഫിലും ആ ഒരു റൈസിൻ്റെ ഒക്കെ ടെക്സ്ചർ ഭയങ്കര അടിപൊളിയാണ്. നൂഡിൽസ് ആക്ച്വലി എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത്. പക്ഷേ ഈ ചില്ലി ബീഫ് കണ്ടു കഴിഞ്ഞാൽ വലിയ ഫ്ലേവർ അതൊന്നും ശരിക്കും നമ്മുടെ നാട്ടിലെ ചില്ലി ബീഫ്, പക്ഷേ കളർ ആഡ് ചെയ്യാത്ത രീതിയിൽ. ഇവിടെ എല്ലാം ബീഫാണ്. ഒരു ബീഫ് സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻ്റ് ആണ്. സോ ബീഫ് ലവേഴ്സിന് പറ്റിയ സ്ഥലമാണ്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് നടക്കാവുന്നുള്ള ദൂരമേ ഉള്ളൂ. അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഹോട്ട് പോട്ട് നല്ലതെന്ന് കേട്ടു. അതും ഒരു നെക്സ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്യണം. പക്ഷേ നൂഡിൽസും ബീഫും സെറ്റപ്പായിരുന്നു. ഞങ്ങളൊരു മീറ്റ് ബോൾ ഓർഡർ ചെയ്തു. അത്രയും പോരായിരുന്നു. പക്ഷേ പറഞ്ഞാൽ ഇത് ഇവിടെ തന്നെയാണ് ബുച്ചർ ഷോപ്പ്. സോ ഇവിടുന്ന് തന്നെ ബീഫ് എടുത്ത് നമ്മൾ പറയുമ്പോൾ അവർ കുക്ക് ചെയ്തിട്ടാണ് തരുന്നത്. സോ ഫുഡ് വരാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷേ അടിപൊളി ടേസ്റ്റ്. ഞാൻ ഡിസേർട്ട് ഇല്ലാതെ നമ്മൾ എങ്ങനെ ബിന്ദുവിൻ്റെ കൂടെ ഫുഡ് ബ്ലോഗ്സ് അവസാനിപ്പിക്കും. സോ അത് ഡിസേർട്ട് നല്ല കിഡ്ലൻ ഒരു മാംഗോ കേക്ക് ഉണ്ട്. ആൻഡ് ദെൻ നല്ല ചോക്ലേറ്റിൻ്റെ ഒരു മൂസ് കേക്കും ഉണ്ട്, മാംഗോ കേക്കും ഉണ്ട്. സോ ഇത് നമ്മളെപ്പോഴും ഡിസേർട്ട് സ്പെഷ്യാലിറ്റി സ്ഥലത്ത് നിന്ന് കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതൊക്കെ ഇത് ബ്യൂട്ടിഫുൾ ആണ്. ലെയേഴ്സ്. ഒരു മാംഗോ ക്രെബ് കേക്കാണ്. ആൻഡ് ദെൻ ഇത് ചോക്ലേറ്റ്. അടിപൊളി. പെർഫെക്റ്റ് എൻഡിങ് ടു എ പെർഫെക്റ്റ് ഡേ. ഗൈസ്, സോ ഇറ്റ്സ് എ റാപ്പ് ഓൺ ഡേ 2. അങ്ങനെ ഫുഡും കഴിച്ച് ഷോപ്പിങ്ങും കഴിഞ്ഞ് ഓരോ ദിവസം പോകുന്നത് അറിയുന്നില്ല. നമ്മൾ ലൈക്ക്
കുറേ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് സൈറ്റ് സീയിങ് ഉണ്ട്, അതിൻ്റെ കൂടെ മറ്റേ ബിസിനസ് ട്രിപ്പ് വിസിറ്റ്സും ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. സോ പെട്ടെന്ന് സമയം കഴിയുന്നു. എന്തായാലും അടിപൊളി ഡേ 2 കഴിഞ്ഞു. ആൻഡ് ഐ ആം എൻജോയിങ് ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ജോലി പോലെ തോന്നുന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് ഫീൽ ലൈക്ക് ട്രാവലിംഗ് വിത്ത് എക്സ്റ്റെൻഡഡ് ഫാമിലി. സോ എല്ലാവരും ഡിസേർട്ടൊക്കെ കഴിച്ച് ഹാപ്പി റൂബി പോവാണ്. നാളെ ഇതുവരെ വ്ളോഗ് ചെയ്യാത്തൊരു സ്ഥലമായിരിക്കും നിങ്ങളെ കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു സ്ഥലമാണ് കൊണ്ടുപോകുന്നത്. രാവിലെ ബിസിനസ് ട്രിപ്പ് പോലെ, അതുപോലെ വൈകുന്നേരം വേറൊരു അടിപൊളി സ്ഥലത്തേക്ക്. സോ എന്തായാലും നാളെ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ. നമ്മളിവിടെ ട്രാവൽ ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് വരുന്നത് മെയ് ആൻഡ് ജൂണിലാണ്. ഡീറ്റെയിൽസ് അറിയാൻ ഈ അടിയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.